ഹായ്, ഞങ്ങളുടെ ടീമിൽ നിന്ന് എവിടേക്ക് പോകണമെന്ന് മനസ്സിലായാ? ഇന്ന് ഞങ്ങളൊരു സക്സസ് സ്റ്റോറി പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നതിലും കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷം. അങ്ങനെ 2024 ഒരു സിവിൽ സർവീസ് വിന്നറായി. അതെ അപ്പോൾ അതെ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ പാസ്സായി വന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതും സന്തോഷിക്കാവുന്നതായിട്ടുള്ള ഇൻസിഡൻ്റാണ്. വളരെ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ. താങ്ക് യു. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ, സാധാരണക്കാര മക്കൾ. അപ്പോൾ അവർക്കും ഈ പരീക്ഷ എഴുതുന്നതിനെ പറ്റി അല്ലെങ്കിൽ എഴുതാനുള്ള സാഹചര്യത്തിനെ പറ്റി ഉള്ള അഭിപ്രായം എന്താ? ഞാൻ തീർത്തും എൻ്റെ എഡ്യൂക്കേഷൻ പ്രൈമറി, ഹയർ സെക്കൻഡറി, ഗ്രാജുവേഷൻ എല്ലാം ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് പോയി പഠിച്ചു. അപ്പോൾ ഗ്രാമങ്ങളിലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെക്കൊണ്ടും പറ്റുന്നൊരു കാര്യമാണിത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഗോഡ് ഫാദേഴ്സ് ആയിട്ട് ഇതിന് മുമ്പ് ആരും ഉണ്ടായിരുന്നില്ല സിവിൽ സർവീസിൽ. എൻ്റെ കുടുംബത്തിൽ തന്നെ ഗവൺമെൻറ് സർവൻസ് ഇല്ല. അപ്പോൾ ഇതിന് വഴികാട്ടിയായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കങ്ങനെ സ്വപ്നം കാണാൻ ധൈര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികൾക്കും സിവിൽ സർവീസ് അല്ല അതിലും വലിയ നേട്ടങ്ങളിൽ എത്താൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗംഗ ഈ സിവിൽ സർവീസ് പഠിക്കാനായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഏത് ക്ലാസ്സിലാണ് അതിനുള്ളൊരു സ്പാർക്ക് ഉണ്ടായത്? ഞാൻ ഡിഗ്രിക്ക് ശേഷമാണ് സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ബി.എസ്.സി ബോട്ടണി ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് അറ്റംപ്റ്റ് കൊടുത്തു. അതിനുശേഷം 5ാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ളത്. ഓക്കെ, ഗംഗ എങ്ങനെയാണ് ഈ സമയത്തുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ അതേപോലെ മെൻ്റൽ ടെൻഷനും ഒക്കെ മാനേജ് ചെയ്തത്? ഇതിനകത്ത് ശരിക്കും ഒരുപാട് മെൻ്റൽ ടെൻഷൻ ഇല്ലേ ഈ പരീക്ഷയ്ക്ക്? എത്ര പരീക്ഷകൾ എഴുതണം? ആദ്യം നമുക്ക് ഈ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിലിമിനറി ക്ലിയർ ചെയ്യണം. ഇതിന് 3 സ്റ്റേജസ് ആണുള്ളത്: പ്രിലിമിനറി, മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, പ്രിലിമിനറി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിലേക്ക് ഒരു സ്റ്റെപ്പായി. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിമിനറി ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെയിൻസിന് 9 പരീക്ഷയുണ്ട്. അത് എഴുതി അത് ക്ലിയർ ചെയ്യുന്നവർക്കാണ് ഇൻ്റർവ്യൂ കോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രഷറും ഒക്കെ ഉണ്ടാവുന്നത് ഏത് സമയത്താണ്? ഓഫ് കോഴ്സ് നമുക്ക് പ്രിലിംസിനാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ്. കാരണം അതെ, ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അപ്പോൾ ഈ പരീക്ഷയാണെങ്കിൽ UPSCയുടെ പാറ്റേൺസ് ഇങ്ങനെ എല്ലാ കൊല്ലവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരുന്നത് മെയിൻസിനാണ്. എത്ര സമയം പഠിക്കായിരുന്നു ഒരു ദിവസം? ഒരു ദിവസം 10 തൊട്ട് 12 മണിക്കൂർ വരെ പഠിക്കും. അത്രയും ബുദ്ധിമുട്ടാണ് പാസ്സായി വരാനല്ലേ? പിന്നെ മെൻ്റലി നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന കാര്യം ഡിസിപ്ലിൻഡ് ആയിട്ട് റൂട്ടീൻ കീപ്പ് ചെയ്യുക എന്നതായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ടൈം ടേബിൾ എഴുതും. ഓരോ കാര്യം എത്ര ടൈമിൽ ചെയ്തു തീർക്കും എന്നൊരു വ്യക്തമായിട്ടുള്ളൊരു ടൈം ടേബിൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആവുകയില്ല. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡൂഡിൽസ് വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും? ഞാൻ ചെസ് കളിക്കുമായിരുന്നു. അതെ, പിന്നെ സ്റ്റുഡൻസിനെ അവിടെ മെൻറ്റർ ചെയ്യായിരുന്നു ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബീസ് ആയിട്ട്, സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള ഘടകങ്ങളല്ലേ? ഓക്കെ, താങ്ക് യു. ഇതിൽ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഏത് സബ്ജക്റ്റ് പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? സിവിൽ സർവീസിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. അതിപ്പോൾ ഏത് ഗ്രാജുവേഷൻ ആയാലും അതിനെ ഒരു ലെവലിലാണ് UPSC കാണുന്നത്. എൻ്റെ കൂടെ ക്ലിയർ ചെയ്തവരിൽ ഒരുപാട് പേര് ഡോക്ടേഴ്സാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ഗ്രാജുവേറ്റ്സ്, നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു മാനദണ്ഡമല്ല നമ്മുടെ ഡിഗ്രി. അപ്പോൾ നമുക്ക് സയൻസ് +2 സയൻസ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം. നമ്മൾ എന്ത് പഠിച്ചാലും അത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈറ്റീരിയ എത്താനായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഏത് ക്ലാസ് തൊട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? എന്താണ് ഒരു ചെറിയ സ്റ്റെപ്പ് ഇത് തുടങ്ങി വെക്കാനായിട്ട്? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ള സിലബസ്, അവർക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. UPSCയിലാണെങ്കിൽ തന്നെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ മാർക്കെല്ലാം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം ഭംഗിയായിട്ട് ചെയ്യുക. അതിലുപരിയായിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുക്കുക. അങ്ങനെ ഒരു ഓൾറൗണ്ടറായിട്ട് മുന്നോട്ട് വരിക എന്നാണ് ചെയ്യേണ്ടത്. ഇതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം പത്രം വായിക്കുക എന്നുള്ളതാണ്. ഇതിനോടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പത്രം വായിക്കുക. നമുക്ക് സമൂഹത്തെക്കുറിച്ചിട്ടൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ദി ഹിന്ദു വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മലയാളം ദിനപത്രങ്ങൾ വായിച്ചു തുടങ്ങുക. ഫോർ യുവർ ടൈം. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികളും പഠിച്ച് ഈ നിലവാരത്തിലെത്തട്ടെ. നിങ്ങളുടെ വിഷൻസും ചിന്തകളും നിങ്ങൾ പിന്നിട്ട വഴികളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് നന്ദി.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ വന്നതിലും കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലെല്ലാം ഒത്തിരി സന്തോഷം. താങ്ക് യു.